ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ കറിയാണേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ നാടൻ കോഴി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മളെ കുക്കറിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ ടെറസിൽ കോഴി കൃഷി ചെയ്യാനായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലുള്ള കുഞ്ഞു കോഴികൾ വലുതായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു കോഴിയാണ് കേട്ടോ അത്. ഞാനിവിടെ എടുത്തിട്ടുള്ള തക്കാളി എന്ന് പറയുന്നത് കുഞ്ഞു തക്കാളി ആയതുകൊണ്ട് ഒരു 5-6 തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങളത് വലിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ 2-3 തക്കാളി എടുത്താൽ മതി. പിന്നെ കല്ലുപ്പാണ് ചേർത്തത്. കല്ലുപ്പ് ആണ് ഏറ്റവും നല്ലത്. കുക്കറിലിരുന്ന് വെന്ത് വരുമ്പോഴേക്ക് നല്ല ടേസ്റ്റി ആവും. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ്, അത് കുറച്ച് ചേർക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ചേർത്തത് കറിവേപ്പിൻ്റെ ഇലയാണ്. പിന്നെ പച്ചമുളക് നമ്മൾ ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നവർക്ക് അങ്ങനെ അരിഞ്ഞ് ചേർക്കാം, എരിവിനനുസരിച്ച്. ഞാൻ ഒന്നാകെ ചേർക്കുക ചെയ്തത്. പിന്നെ 2-3 സ്പൂണ് മുളക് പൊടി ചേർത്തു. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂണ്. പിന്നെ ചേർത്തത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മൾ ഗരം മസാല ചേർത്തിട്ടുണ്ട് ഇതിൽ. പിന്നെ അതൊരു 2 സ്പൂണൊക്കെ ചേർക്കുക കേട്ടോ. പിന്നെ നമ്മൾ സാദാ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് കുക്കറിൽ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് നമ്മളെ ഇറച്ചീനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു. എന്നിട്ട് കുക്കറിൽ വെച്ചിട്ട് ഒരു 5-6 വിസിലടിക്കുക. അതിന് ശേഷം നമ്മൾ ചട്ടി വെച്ചിട്ട് മൺചട്ടി വെച്ചിട്ട് അതിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ടു. പിന്നെ ചെറിയുള്ളി കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ആ ഒരു ചിക്കൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല ഒരു ഗ്രേവി രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ലൂസാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയാണ് തിക്നെസ്സായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളൊരു പാൻ എടുത്തിട്ട് ആ ചിക്കൻ കുക്കറിലിട്ട് വേവിച്ചതിൽ കുറച്ച് നല്ല പീസ് എടുത്തിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണയിലിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. നാടൻ കോഴി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. വേവിക്കാതെയാണ് ഈ ചിക്കൻ ഇങ്ങനെ പൊരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേവില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.